Hi everyone, today we are going to discuss about data acquisition system. Data acquisition system are system designed to measure and track some form of physical system and convert this data into a form that can be viewed and manipulated on a computer. അതായത് ഇപ്പം ഒരു ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യാണ്. ആ ഇൻഡസ്ട്രിയിൽ ഒരു ചേമ്പറിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യണം. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്ത് അതിനെ ട്രാക്ക് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ ഫോമിലാക്കി കൺവേർട്ട് ചെയ്തിട്ട് അത് നമുക്കൊരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പ്രൈമറി ഫങ്ഷൻ ഓഫ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്വയർ ഡാറ്റ ആൻഡ് ടു സ്റ്റോർ ഡാറ്റ. അതേപോലെ തന്നെ അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, റിയൽ ടൈം വിഷ്വലൈസ് ചെയ്യാം. അപ്പം ഇപ്പം എന്താണ് അവിടെ നടക്കുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ വാല്യൂസും അതേപോലെ കമ്പാരിസൺ പറ്റും. അവരെ മുന്നേ റെക്കോർഡ് ചെയ്ത പോസ്റ്റ് റെക്കോർഡ് ചെയ്ത വാല്യൂസിന് വേണ്ടി അതെടുത്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ സഹായത്തോടു കൂടിയും ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ദാറ്റ് ഈസ് ഡാറ്റ റെക്കോർഡിംഗ്, ഡാറ്റ സോർട്ടിംഗ്, റിയൽ ടൈം ഡാറ്റ വിഷ്വലൈസേഷൻ പോസിബിൾ ആണ്. അതേപോലെ പോസ്റ്റ് റെക്കോർഡിംഗ് ഡാറ്റ റിവ്യൂ പോസിബിൾ ആണ്. പിന്നെ മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ റിപ്പോർട്ട് ജനറേഷൻ പറ്റും. ഇതൊക്കെ എന്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും? ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പം എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നു? അതിൻ്റെ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മുന്നേ നമ്മളിപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ സസ്പെൻഷൻ, ഓട്ടോമൊബൈലിൻ്റെ സസ്പെൻഷൻസൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻജിനീയേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ ഒപ്പീനിയൻ ചോദിക്കും. എങ്ങനെയാണ് അവർക്കത് ഫീൽ ചെയ്തത് സസ്പെൻഷൻ എന്നെല്ലാം അത് ചോദിക്കും. അപ്പം അത് ചില സബ്ജക്റ്റീവ് മാനേഴ്സിലാണ് മെയിനായിട്ട് സസ്പെൻഷനൊക്കെ അതിന് ഫീഡ്ബാക്ക് എടുക്കുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പം ഡാറ്റ അക്വിസിഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്താണ് വെറൈറ്റി ഓഫ് സെൻസേഴ്സ് പ്ലേസ് ചെയ്തിട്ട് ആ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും ആ ഡാറ്റാസിനെ, അതേപോലെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ സബ്ജക്റ്റീവ് ഒപ്പീനിയന് പകരം നമ്മളൊരു ഒബ്ജക്റ്റീവ് മെഷർമെൻ്റ് ആണ് കൊടുക്കുന്നത്. ഡാറ്റ അക്വിസിഷൻ എന്തിനെ റീപ്ലേസ് ചെയ്യുന്നു? ഈ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് മെഷർമെൻ്റ് ആണ്. ഇപ്പം സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ് ആണെങ്കിൽ പേഴ്സൺ അനുസരിച്ച് ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേങ്കിൽ എന്താണ് നമ്മളിപ്പം കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതായത് എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എല്ലാം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വാല്യൂസിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഡാറ്റ അക്വിസിഷൻ്റെ പ്രത്യേകത. ദാറ്റ് ഈസ് അതിനെ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും, അതിൻ്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും, അതിൻ്റെ റിയലബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏതിൻ്റെ സഹായത്തോടു കൂടി പറ്റും? ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ്, digital data acquisition system. Modern digital data acquisition system consists of sensors, signal conditioning, analog to digital converter and computer with data acquisition software. അപ്പോൾ ഇതാണ് 4 മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, കോമ്പണൻസ് എന്ന് പറയുന്നത്. സെൻസേഴ്സ് ഉണ്ട്, ഒരു സിഗ്നൽ കണ്ടീഷൻ സിസ്റ്റം ഉണ്ട്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്, പിന്നെ ഒരു കമ്പ്യൂട്ടർ വിത്ത് ഡാറ്റ അക്വിസിഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇതാണ് ബ്ലോക്ക് ഡയഗ്രാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് ഒരു ഫിസിക്കൽ സിസ്റ്റം. ഇപ്പം ഒരു ടെമ്പറേച്ചറാണ്, ഇപ്പം ഒരു റൂമിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റൂമിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊരു ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും. അപ്പം മെഷർ ചെയ്തിട്ട് എന്താണ് അതിലെന്തായിരിക്കും ആ സിഗ്നൽസിനെ ട്രാൻസ്ഡ്യൂസർ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യും? ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ്, ദാറ്റ് ക്യാൻ ബി ഒരു വോൾട്ടേജ് ആവാം അല്ലെങ്കിൽ കറണ്ട് ആവാം. അപ്പോൾ നമ്മളിപ്പം ഇവിടെ നിന്ന് മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചർ റൂമിൻ്റെ ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ചേമ്പറിലെ പ്രഷർ ആവാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യും. അപ്പം ഏതാണോ മെഷർ ചെയ്യേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്ഡ്യൂസർ വേണം ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പം ട്രാൻസ്ഡ്യൂസറിലുള്ള വരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്തായിരിക്കും? വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആവും. അത് നോയ്സി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരിക്കും. സോ നോയ്സി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമ്മൾ ഏതിലേക്ക് കൊടുക്കും വെച്ചാൽ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ സിഗ്നൽ കണ്ടീഷനിങ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ എന്താണ് ഇലക്ട്രിക്കൽ സിഗ്നൽ നോയ്സിയാണ്. സോ അതിനെ നോയ്സിയുള്ള സിഗ്നൽസിനെ ഫിൽറ്റർ ചെയ്യണം.
ആ നോയ്സിനെ എലിമിനേറ്റ് ചെയ്യണം. സോ അത് ഏതിൽ ചെയ്യും? സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട്സിൽ ഫിൽറ്ററിങ് പാർട്ട് ഉണ്ടാവും. സോ ആ ഫിൽറ്ററിങ് പാർട്ടിലൂടെ നമുക്ക് ആ നോയ്സിനെ എലിമിനേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഐസൊലേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ഇപ്പം തെർമോകപ്പിളെല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. സോ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് ആംപ്ലിഫൈ ചെയ്യണം. സോ ഇതൊക്കെ എന്താണ്? സിഗ്നൽ കണ്ടീഷൻ സർക്യൂട്ട്സിൽ ചെയ്യും. അപ്പം സിഗ്നൽ കണ്ടീഷൻസ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഐസൊലേഷൻ, അതേപോലെ സിഗ്നൽ ഫിൽറ്ററിങ്, ആംപ്ലിഫിക്കേഷൻസ്, ഇതൊക്കെ ഏതിൽ ചെയ്യും? സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട്സിൽ ചെയ്യും. നെക്സ്റ്റ് ഈ ഇലക്ട്രിക്കൽസിനെ കണ്ടീഷൻഡ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്തു. നോയ്സി ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ കണ്ടീഷണൽ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് അതിനെ എന്ത് ചെയ്യണം? നമ്മളൊരു കമ്പ്യൂട്ടറിലേക്കാണ് പാസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ എന്താണ്? ഡിജിറ്റൽ ഫോമിലാണ് സിഗ്നൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡിജിറ്റൽ ഫോമിൽ സിഗ്നൽസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മളതിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഒരു ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് ആ സിഗ്നൽസിനെ ഡിജിറ്റലൈസ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ കമ്പ്യൂട്ടർ. ഫൈനലി അത് ഏതിലേക്ക് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. കമ്പ്യൂട്ടറിൽ ഡാറ്റ എന്ത് ചെയ്യും? ഡാറ്റ സ്റ്റോർ ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും, സോർട്ട് ചെയ്യും, അതേപോലെ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതായത് കമ്പ്യൂട്ടറിൽ എന്തുണ്ടാവും? ഒരു ഡാറ്റ അക്വിസിഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ ഡാറ്റ അക്വിസിഷൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നമുക്കതിനെ അനലൈസ് ചെയ്യാം, മാത്തമാറ്റിക്കലായിട്ടുള്ള അനലൈസ് ചെയ്യാനും അത് വിഷ്വലൈസ് ചെയ്യാനും റിയൽ ടൈമും അതേപോലെ പോസ്റ്റ് റെക്കോർഡിംഗ് ആയിട്ടുള്ള മുന്നേ റെക്കോർഡ് ചെയ്തിട്ടുള്ള വാല്യൂസിനെ എടുത്തിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ഏത് പറ്റും? ഇവിടെ കമ്പ്യൂട്ടർ വിത്ത് DAQ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് എന്താണ്? ഈ ഫിസിക്കൽ സിസ്റ്റത്തിന് ഇതിനെ സെൻസ് ചെയ്യും, അവിടെ നിന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ സെൻസ് ചെയ്യും ട്രാൻസ്ഡ്യൂസർ. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് ഫോർ കണ്ടീഷനിങ് ദി സിഗ്നൽ, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ടു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ടു ഡിജിറ്റലൈസ് ദി സിഗ്നൽ. ദെൻ ഫൈനലി ഇറ്റ് ഈസ് ഗിവൺ ടു എ കമ്പ്യൂട്ടർ. അവിടെ എന്ത് ചെയ്യും? ഈ സിഗ്നലിനെ സ്റ്റോർ ചെയ്യും, അനലൈസ് ചെയ്യും. ഓക്കെ, ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ വിത്ത് ഡാറ്റ അക്വിസിഷൻ സോഫ്റ്റ്വെയർ. സോ this is how a digital acquisition system works. So that's all for today. Thank you.